ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്തായിരിക്കും വിഷയം എന്തെന്നറിയണ്ടേ? വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഫോളോയും ചെയ്യണം. ഇന്ന് നമുക്ക് സുഹൃത്തുക്കളെ പറ്റി പറഞ്ഞാലോ? നല്ല സുഹൃത്തുക്കൾ എന്ന് വെച്ചാൽ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ചങ്ക് പോലത്തെ സുഹൃത്തുക്കൾ എന്ന് വെച്ചാൽ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ കൂടെ, നമ്മുടെ വിഷമഘട്ടത്തിലും നമ്മുടെ സന്തോഷത്തിലും നമ്മുടെ കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കൾ, നമ്മളെ ഒരിക്കലും ചതിക്കില്ല എന്ന് ഉള്ള സുഹൃത്തുക്കൾ. അങ്ങനെ ഉള്ള സുഹൃത്തുക്കൾ എത്ര പേർക്കുണ്ട്? എത്ര പേർക്ക് ചങ്ക് പോലത്തെ, ഒരിക്കലും നമ്മളെ ചതിക്കില്ല എന്ന് വിശ്വാസമുള്ള എത്ര ആളുകൾക്കുണ്ട്? ഇങ്ങനെയുള്ള സുഹൃത്തുക്കൾ പറയാവൂ? കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ചിലവർ പറയും എൻ്റെ നല്ല സുഹൃത്താണ്, നല്ല കൂട്ടാണെന്നൊക്കെ പറയും. പക്ഷേ ആ സുഹൃത്ത് കൂടെ നിന്ന് അവരെ ചതിക്കാറുണ്ട്. അവർ പറയാറുണ്ട്, ഞാൻ എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യവും അവനോട് പറഞ്ഞു, ഞാനെല്ലാം അവനോട് സംസാരിച്ചു, പക്ഷേ അവൻ എന്നെ വഞ്ചിച്ചു. അവൻ എൻ്റെ കയ്യിൽ നിന്ന് കുറേ പൈസ സ്നേഹമായിട്ട് വാങ്ങിച്ചിട്ട് അവസാനം തന്നില്ല. അങ്ങനെ പറയുന്നവരുണ്ട്. ജീവിതത്തിൽ എൻ്റെ കൂടെ നിന്ന് ചതിച്ചു. ചിലപ്പം രണ്ടുപേരും കൂടി നല്ല സുഹൃത്തുക്കളായിരിക്കും, ഒരു കൂട്ട് ബിസിനസ്സായിരിക്കും. പക്ഷേ ആ ബിസിനസ്സൊക്കെ തുടങ്ങി കായൊക്കെ വരുമ്പോൾ ഒരാൾ വഞ്ചിക്കുന്ന അങ്ങനെയുള്ള സുഹൃത്തുക്കൾ ഒരുപാട് പേര് പല അനുഭവങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ ചങ്കായിട്ട് കൂടെ കൊണ്ട് നടന്നതിന്, പക്ഷേ എന്നെ അവസാനം അവൻ ചതിച്ചു. പണത്തിൻ്റെ കാര്യം വന്നപ്പോൾ ചതിച്ചു. അപ്പോൾ അവൻ സൗഹൃദം നോക്കിയില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ ഒരുപാട് പേർക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചിലവർ പറയും, അവൻ എൻ്റെ ചങ്കായിരുന്നു, ഞാൻ അത്രയ്ക്ക് കൂട്ടായിരുന്നു, ഒരിക്കലും അവൻ എന്നെ ചതിക്കുമെന്ന് വിചാരിച്ചില്ല. ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും അവൻ്റെ അടുത്ത് പറയും. ഷെയർ ചെയ്യാത്ത ഒരു കാര്യമില്ല എൻ്റെ ജീവിതത്തിൽ. എൻ്റെ ഭാര്യയോടോ അമ്മയോടോ പോലും ഷെയർ ചെയ്യാത്ത കാര്യം ഞാൻ എൻ്റെ സുഹൃത്തിനോടാണ് ഷെയർ ചെയ്യുന്നത്. പക്ഷേ അവസാനം എന്നെ ചതിച്ചു, അതെനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. അതെനിക്ക് പെൺകുട്ടികളായാലും എൻ്റെ നല്ലൊരു സുഹൃത്തായിരുന്നു, പക്ഷേ ഇപ്പോൾ അവൾ അങ്ങനെയല്ല. അവൾ എൻ്റെ കൂടെ നല്ല സുഹൃത്തായിട്ട് നിന്ന് അവസാനം അവൾ എന്നെ ചതിച്ചു. ഞാൻ പറഞ്ഞതൊക്കെ മറ്റൊരാളുടെ അടുത്ത് പറഞ്ഞു കൊടുത്തു. അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് പേരുണ്ട്. നല്ല സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് ചുമ്മാതെയാണ്, അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. ഇവരാരും നല്ല സുഹൃത്തുക്കൾ. ഓരോരുത്തരുടെ അനുഭവമാണ് ജീവിതത്തിൽ, ഓരോരുത്തർക്ക് വരുന്ന ഓരോ അനുഭവങ്ങളാണ്. ചിലർ പറയാറുണ്ട്, ഇവ എൻ്റെ ചങ്കാണ്, എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, ഭാര്യ, ഇവരെ വിശ്വസിക്കുന്നേക്കാഴി ഇവനെ വിശ്വസിക്കാൻ, അവൻ പറയില്ല ആരടുത്തും, എൻ്റെ കൂടെ നിൽക്കും എന്ന് പറയുന്നവരുണ്ട്. അത്രയ്ക്ക് നല്ല ബെസ്റ്റ് ഫ്രണ്ട്, ചങ്കെന്ന് തന്നെ പറയാം. അങ്ങനെയുള്ള കുറച്ച് സുഹൃത്തുക്കളുണ്ട്. അവർക്കൊരു വിഷമഘട്ടം വന്നാൽ പെട്ടെന്ന് ആരെ വിളിക്കണമെന്ന് തോന്നിയാൽ അവരെ സുഹൃത്തിനെ വിളിച്ച് പറയാൻ തോന്നും. അവർക്ക് അതിനുള്ള മറുപടി അവർ കൊടുക്കും. നീ വിഷമിക്കേണ്ട, അങ്ങനെയുണ്ട്. ചിലപ്പോൾ നമ്മൾ വീട്ടിൽ പറയുമ്പോൾ, നീ എന്തിനാ അത് ചെയ്തിട്ടല്ലേ നിനക്ക് അങ്ങനെ സംഭവിച്ചത്, നീ എന്തിനാ ചെയ്യാൻ പോയത്, നിനക്കൊന്ന് ചിന്തിച്ചൂടെ എന്ന് ചോദിക്കും വീട്ടുകാർ. അവർ അങ്ങനെയാണ്. പക്ഷെ ഒരു സുഹൃത്ത് ചിലപ്പോൾ ആളിനെ മനസ്സിലാക്കിയ, ആളിൻ്റെ സ്വഭാവം മനസ്സിലാക്കി, പോട്ടെ ഇനിയിപ്പോൾ വന്നു, നീ കളപ്പോട്ട്, അത് വിട്ടുകള, അത് പോട്ടെ, അത് നമ്മളെ വിധിയാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന നല്ല സുഹൃത്തുക്കളുണ്ട്, കൂടെ നിൽക്കുന്ന. അതാണ് ചങ്ക് എന്നൊക്കെ ചിലവർ പറയാറുണ്ട്. എനിക്കും അതുപോലെ കുറച്ച് നല്ല ബെസ്റ്റ് ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്. നല്ല സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ എൻ്റെ വിഷമഘട്ടത്തിലും എൻ്റെ കൂടെ നിൽക്കും. ഞാനൊന്ന് സങ്കടപ്പെട്ടാൽ എന്നെ കൂടെ നിന്ന് ചിരിപ്പിക്കുന്ന എൻ്റെ അത്രയും നല്ല ബെസ്റ്റ് ഫ്രണ്ട്. എൻ്റെ തെറ്റ് കണ്ടാൽ അത് പറഞ്ഞ് മനസ്സിലാക്കി തരും. എന്നെ ഇട്ടെറിഞ്ഞു പോവാതെ എൻ്റെ കൂടെ നിന്ന്, ഈ ചെയ്ത തെറ്റാണ്, ഇനി അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന നല്ല ബെസ്റ്റ് ഫ്രണ്ട്. എന്തോ മുൻജന്മ സുഹൃതം എന്നൊക്കെ പറഞ്ഞു കേട്ടില്ല, അതുപോലെ എനിക്കും ദൈവം കുറച്ച് സുഹൃത്തുക്കളാണ്, അത്രയും നല്ല സുഹൃത്തുക്കളാണ്. എന്നെ വഴക്ക് പറയാറുണ്ട്, എന്നെ കളിയാക്കാറുണ്ട്. എന്നാലും അവർക്ക്